ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് വൺ വേ സ്വിച്ചിൻ്റെ ടു വേ സ്വിച്ചിൻ്റെ പൊസിഷൻസിൽ പൊസിഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ എവിടെയാണ് വയർ കൊടുക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇത് വൺ വേ സ്വിച്ചിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു മോഡൽ സ്വിച്ച് കാണാൻ സാധിക്കും. പുതിയ മോഡൽ സ്വിച്ചുകളെല്ലാം തന്നെ വൺ വേ സ്വിച്ചുകൾ നമുക്ക് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തതിന് ശേഷം 2 പോയിൻ്റ് മുകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് കമ്പനി ടു വേ സ്വിച്ചും വൺ വേ സ്വിച്ചും പെട്ടെന്ന് തിരിച്ചറിയുന്ന രീതിയാണ് കൊടുത്തിരിക്കുന്നത്. ഈ സ്വിച്ചിൻ്റെ ബാക്ക് സൈഡ് ഒരു കട്ടിങ് ഉണ്ടാവും, അതിന് മുകളിലേക്കായിരിക്കും ഇതുപോലെ തന്നെ കൊടുത്തിരിക്കുന്ന വൺ വേ സ്വിച്ച്. അപ്പം അത് നോർമൽ തന്നെ വൺ വേ സ്വിച്ച് നമുക്ക് ഏതായാലും പ്രശ്നം വരുന്നില്ല കണക്ഷൻസ്. പക്ഷേ ടു വേ സ്വിച്ച് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പവഴിക്കാണ് അത് കമ്പനി കൊടുത്തിരിക്കുന്ന ഒരു രീതിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കട്ടിങ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് മനസ്സിലാകും. പഴയ മോഡൽ സ്വിച്ചുകളിലൊക്കെ ഈ രീതിയിലായിരിക്കും കൊടുത്തിരിക്കുന്നത്. അതായത് കട്ടിങ് കൊടുത്തതിന് ശേഷം അതിൻ്റെ 2 പോളുകളും കൊടുത്തിരിക്കുന്നത് കുറച്ച് താഴെയായിരിക്കും. പുതിയ മോഡൽ സ്വിച്ച് കൊടുത്തിരിക്കുന്ന കട്ടിങ്ങുകൾ മുകളിലായിരിക്കും. അതിൻ്റെ അർത്ഥം സെൻട്രലിൽ നിന്ന് മുകളിലേക്കായിരിക്കും അതിൻ്റെ ടു വേ സ്വിച്ച് ഞാൻ പറയാൻ ജസ്റ്റ് ഒന്ന്. ഇത് വൺ വേ സ്വിച്ചിൻ്റെ പൊസിഷൻ കഴിഞ്ഞു. ഇനി ടു വേ സ്വിച്ച് നമുക്കൊന്ന് വരയ്ക്കാം. അത് ടു വേ സ്വിച്ച് 3 പോളുകളാണുള്ളത്. സെൻട്രൽ പോള്, മുകളിലേക്കുള്ള പോള്, താഴേക്കുള്ള ടൈപ്പ്. ഇത് ഓൾഡ് ടൈപ്പുണ്ട്, ന്യൂ ടൈപ്പുണ്ട്. അതായത് ഓൾഡ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ക്രൂ ടൈപ്പാണ് വരുന്നത്. ന്യൂ മോഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് പഞ്ചിങ് ടൈപ്പ്, അതായത് മോഡുലാർ ടൈപ്പാണ് വരുന്നത്. ഈ മോഡുലാർ ടൈപ്പിൻ്റെയും സ്ക്രൂ ടൈപ്പിൻ്റെയും ഓഫ് പൊസിഷനിലും ഓൺ പൊസിഷനിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇത് ഓൾഡ് ടൈപ്പ് ഓൺ പൊസിഷനിലുള്ള മോഡലാണ് നമ്മൾ നോക്കുന്നത്. ഓഫ് പൊസിഷനിലും എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇനി ഓൺ പൊസിഷനിൽ നമുക്കൊന്ന് വരയ്ക്കാം. ഓൺ പൊസിഷനിൽ ഇതിൻ്റെ പൊസിഷൻ നമുക്ക് എവിടെ നിന്നാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുക. കണ്ട, സെൻട്രലിൽ നിന്നും താഴേക്കാണ് ഓൺ പൊസിഷനിൽ പഴയ മോഡൽ, അതായത് സ്ക്രൂ ടൈപ്പ് വരുന്ന ടു വേ സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നത്. ഓഫ് പൊസിഷനിൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും, അതിൻ്റെ മുകളിൽ നിന്ന് സെൻറ്റർ പോയിന്റിലേക്കാണ് ഓഫ് പൊസിഷൻ വർക്ക് ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇൻവെർട്ടർ കണക്ഷൻ ആണെങ്കിലും മാസ്റ്റർ കണക്ഷൻ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത് കറക്റ്റ് അല്ലെങ്കിൽ സ്വിച്ച് തിരിഞ്ഞു പോകുന്ന അവസ്ഥയിൽ, അതായത് ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഓൺ ആയിരിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇത് പഴയ മോഡൽ സ്വിച്ച് ഇങ്ങനെയാണ് വരുന്നത്. ഇനി ന്യൂ മോഡൽ, അതായത് മോഡുലാർ ടൈപ്പ് ടു വേ സ്വിച്ചിൻ്റെ പൊസിഷൻസ് എങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഓൾറെഡി നമുക്കൊരു ടു വേ സ്വിച്ച് വരയ്ക്കാം. അതിൻ്റെ ഓൺ പൊസിഷനും ഓഫ് പൊസിഷനും നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ടു വേ സ്വിച്ച് വരുന്നത്. മോഡുലാർ ടൈപ്പ് 3 പോളുകളാണുള്ളത്. മുകളിലെ പോള്, സെൻറ്ററിലെ പോള്, താഴത്തെ പോള്, അങ്ങനെ 3 പോളുകളാണുള്ളത്. ഇനി അതിൻ്റെ ഓൺ പൊസിഷനിൽ അതിൻ്റെ ടു വേ സ്വിച്ചിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് നോക്കാം. അതും ഇതുപോലെ തന്നെ നോക്കുക. സെൻറ്റർ പോള്, മുകളിലെ പോള്, താഴത്തെ പോള്. ഓൺ പൊസിഷനിൽ ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. അതായത് പഴയ സ്വിച്ചിൻ്റെ അപേക്ഷിച്ച് മുകളിൽ നോർമൽ ലെവൽ, അതായത് സിമ്പിൾ പറഞ്ഞാൽ മോഡുലാർ ടൈപ്പ് ആണെങ്കിൽ മുകളിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ മുകളിലേക്ക് കണക്ഷൻ, താഴേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ താഴേക്ക് കണക്ഷൻ. പക്ഷേ ഓൾഡ് സ്വിച്ചിൽ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്. ഓഫ് പൊസിഷനിൽ നോക്കുക. ഓഫ് പൊസിഷനിലും ഇതുപോലെ തന്നെ നമുക്ക് വരയ്ക്കാം. ഓഫ് പൊസിഷനിൽ വരച്ചു, അത് മുകളിൽ കൊടുത്തു, സെൻട്രലിൽ കൊടുത്തു, താഴെ കൊടുത്തു. ഇനി ഓഫ് പൊസിഷനിൽ സെൻട്രലിൽ നിന്നും താഴേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി ഈ അവസ്ഥയാണ്. ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്നത്. അതായത് മോഡുലാർ ടൈപ്പ് ഉപയോഗിക്കുമ്പോഴാണ് ഇപ്പോൾ കോമൺലി യൂസ് ചെയ്യുന്നത്. കണ്ടോ, പഴയ സ്വിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണക്ഷൻസാണ് പുതിയ മോഡുലാർ ടൈപ്പ് സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് മാസ്റ്റർ കണക്ഷനും ഇൻവെർട്ടർ കണക്ഷനും വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.